എനിക്കറിയില്ല സത്യത്തിൽ എന്താന്നുള്ളത്. എനിക്കും എന്നെ അയച്ചു തന്നിരുന്നു. എനിക്ക് തോന്നുന്നത് മാളികപ്പുറം ഇറങ്ങിയ മാളികപ്പുറത്തിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു അറ്റാക്കിന്റെ നേരെ അതിന് സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മാളികപ്പുറത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിന്റെ താഴെ വന്നിട്ട്. പക്ഷെ ഇതൊന്നും മുഖമില്ലാത്ത ആളുകൾ കേട്ടാ. അങ്ങനെ ഇതിന് കൃത്യമായ ഒരു ജെന്യൂൻ അക്കൗണ്ടിൽ ഞാൻ ഇന്ന് അങ്ങനെ ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശമെന്ന് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എന്റെ സിനിമ നന്നാവുന്നുള്ളതാണ്. എന്നെ ആരും മോശം പറഞ്ഞാലും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം, എന്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തു നിന്നൊരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എന്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനിത് സമീപിക്കും. ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇതിനു മുന്നേ ഇതിന്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങുമ്പോഴും അത് എന്നെന്ന് മാത്രമല്ല മാളികപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണുവും രഞ്ജനൊക്കെയാണ് എത്ര തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു സിനിമ ചെയ്തതോ? ഒരു ഭക്തി ലെയറിലുള്ള ഒരു സിനിമ ചെയ്താണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എനിക്ക് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആഫ്റ്റർ മാളികപ്പുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു ഇതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒരു വിഭാഗം, അതായത് 100-ൽ ഒരു 3% കാണും. അതുവരെ മാറ്റി നിർത്തിയാൽ 97% വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം നിൽക്കും. എനിക്ക് ഉറപ്പുണ്ട് സുമതികളും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റെടുക്കാൻ പറ്റും. ഹൈദർക്കയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം സിനിമ കണ്ട് എനിക്ക് ഒന്ന് 2 മണിക്കൂറിൽ ഹൈദർക്ക് ഒരു വീഡിയോ റിവ്യൂ ഇട്ടു. ഒരുപാട് സന്തോഷമാണ് അതിന്റെ വീഡിയോ ഇട്ടതിൽ. ഞാൻ ജെന്യൂനായിട്ട് സംസാരിച്ചോളൂ. ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നൊരു വിശ്വാസം. അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങള് റിജക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ തോന്നൽ. അഭിലാഷ് പറയുന്നു മാളികപ്പുറത്തിന്റെ ഓടിയാണ് ആ കുടുംബമാണ് മാളികപ്പുറം കുടുംബമാണ് ഈ സിനിമ ഏറ്റെടുക്കുന്നതെന്ന് പറയുമ്പോൾ ആ മാളികപ്പുറത്തിൽ തന്നെയാണ് അഭിലാഷ് നിൽക്കുന്നതെന്ന് എനിക്കും സ്വയം ചില മാളികപ്പുറം ഏറ്റെടുത്തെന്ന് വെച്ചാൽ മാളികപ്പുറത്തിന്റെ ഒരു ഓഡിയൻസ് നല്ലത് ഫാമിലി ഓഡിയൻസിനാണ് പറഞ്ഞത്. അതായത് ഫാമിലി ഓഡിയൻസ് വന്ന് കണ്ടുകൊണ്ടാണ് ആ പടം വിജയിച്ചത്. ആ പടം മാത്രമല്ല, ഇപ്പം ഹിറ്റാവുന്ന കുടുംബ ചിത്രങ്ങളെല്ലാം എപ്പോഴും അറിയില്ല. അത് ആദ്യത്തെ ഒരു 3 ദിവസം യങ്സ്റ്റേഴ്സിന്റെ ഒരു തിരക്ക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഫാമിലി തിയേറ്ററിൽ വന്നാൽ മാത്രമാണ് ആ സിനിമ വിജയിക്കുന്നത്. അപ്പം ഞാനാ പറഞ്ഞ ഓഡിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആ സിനിമ വിജയിക്കാനും കാരണക്കാരായ കേരളത്തിലെ ആ കുടുംബങ്ങൾ വരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പം എന്റെ എല്ലാ സിനിമകളും ഞാൻ കുടുംബ പ്രേക്ഷകരെ ഹൈലൈറ്റ് ചെയ്താണ് അവരെ ഫോക്കസ് ചെയ്താണ് എഴുതാറുള്ളത്. അപ്പം ആ പ്രേക്ഷകരെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ സിനിമ ഇന്നിപ്പോ വൈകുന്നേരത്തെ ഒട്ടുമിക്ക സെന്ററുകളും ഹൗസ്ഫുൾ ഷോ ആണ്. എനിക്ക് 100% ഉറപ്പാണ് വൈകുന്നേരത്തെ ഷോസ് വരുന്നത് ഫാമിലി ആയിരിക്കും. കാരണം വെള്ളിയാഴ്ചയാണ്, നാളെ അവധിയാണ്. തീർച്ചയായിട്ടും അവരിനിയും വന്ന് പടം കണ്ട് അവർ പറയുന്ന പബ്ലിസിറ്റി അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഇനി ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. 100% പറയുന്നു ഞങ്ങളെടുത്തൊരു എഫേർട്ടിന്റെ റിസൾട്ട് കേരളത്തിലെ ജനങ്ങൾ തരും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. കാരണം മോശമാണെങ്കിൽ മോശമാണെന്ന് ധൈര്യമായി പറഞ്ഞുള്ള ഞങ്ങളുള്ളത്. കാരണം ഇത് ഇന്ന് രാവിലെ മുതൽ കിട്ടുന്ന ഫീഡ്ബാക്സിലെ ജെനുവിൻ പബ്ലിക് റിവ്യൂസ് വളരെ നല്ല റിവ്യൂസ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ മുഖമില്ലാത്ത കുറെ ആളുകൾ, അതാരാണെന്നറിയില്ല, എവിടെ നിന്നാണെന്നറിയില്ല, അവരാണിത് ഈ പറയുന്ന പോലത്തെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതും ഡീഗ്രേഡിങ് വീഡിയോസ് ഇടുന്നതും. അത് ഈ സിനിമയ്ക്കെന്നല്ല, ഇപ്പൊ മലയാള സിനിമയിലെ ഒട്ടുമിക്ക സിനിമകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെയാണ്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പടം അഭിലാഷേട്ട പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരാണ് ആ ഒരു ഡിസിഷൻ അഭിനയിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തത്? ഇല്ല, സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ വിഷ്ണു ഞാനും ഞങ്ങളൊരു സ്വാതന്ത്ര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാനുള്ളത്. അപ്പൊ ഞങ്ങളൊരു സിനിമ എഴുതുമ്പോൾ ഇപ്പം ഓരോ കഥാപാത്രം ഡിസ്കസ് ചെയ്യുമ്പോഴും ഞങ്ങൾ പറയും ഇന്നാള് ചെയ്ത് നന്നായിരിക്കും. അപ്പൊ അതിൽ ഞാൻ ചെയ്ത ഗിരി എന്ന് പറഞ്ഞ കഥാപാത്രം വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പൊ വിഷ്ണുവായിട്ട് ഞാൻ ഡിസ്കസ് ഇവിടെ കാര്യം ചെയ്ത് ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവൻ ചേട്ടൻ ചെയ്യട്ടോ നമുക്കത് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോഴാണ് അതിനെ ഒന്നും കൂടെ ഒന്ന് മുന്നോട്ട് കുറച്ചുകൂടെ വർക്ക് ചെയ്യാമെന്ന് കരുതിയത്.
അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഒരു ലെങ്തി ക്യാരക്ടറായി മാറി. പിന്നെ ഇവരുടെ ഒപ്പം ചെയ്ത് തുടങ്ങിയപ്പോൾ പല സീക്വൻസിലേക്കും ഞങ്ങൾ റീവർക്ക് ചെയ്ത് അങ്ങനെ പോയതാണ്. അപ്പൊ അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ സന്തോഷമുണ്ട് കേട്ടോ. അത് അങ്ങനെ അഭിനയിക്കാൻ അറിയാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഇവർ ചെയ്യുന്നതൊന്നുമല്ല, കൂട്ടുകെട്ടിൽ അത് സൗഹൃദത്തിനിടയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയത്. സിനിമ കണ്ടായിരുന്നോ? ആളുടെ അഭിനയം കണ്ട് അതെ, മോശമില്ലാത്ത രീതിയിൽ ചെയ്തു. മോശമല്ല, പക്ഷെ സൂപ്പർ, ഭയങ്കര അടിപൊളി അങ്ങനല്ല എങ്കിലും മോശമില്ലാത്ത രീതിയിൽ ശരിയായിട്ട് പറഞ്ഞു. പക്ഷെ ആ ഒരു ക്യാരക്ടറിന്റെ ഇദ്ദേഹം ഓക്കെ ആയിരുന്നില്ലേ? ഓക്കെയാണ്. താങ്ക് യു. നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല ഇപ്പൊ ഇല്ല വേണ്ട, വിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. അതാണ് ഈ കാലഘട്ടം നമുക്ക് ഈ പടം നമ്മൾ ഈ സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമുക്കൊരു റീവർക്കിൽ മെയിനായിട്ട് വന്നൊരു ഏരിയ ഈ കാലഘട്ടം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. നമുക്ക് പ്രസൻസ് ഇത് പോവാതെ കുറച്ചുകൂടി നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിക് ഫീലും നമ്മൾ മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇയർ ഇതിലേക്കൊന്ന് റിമൈൻഡ് ചെയ്യിക്കാനും കൂടി ഫോഴ്സ്ഫുള്ളി ഈ സ്ക്രിപ്റ്റിൽ നമുക്ക് ഇരിക്കാമെന്ന് അഭിലാഷേട്ടനാണ് പറഞ്ഞത്. അപ്പോൾ തുടരുണ്ടായിരുന്ന നമ്മുടെ ആക്ടേഴ്സും എൻ്റെ ടീമും എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒരു മനോഹരം തോന്നി. ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ ഇതായിരുന്നു. കാരണം പല സാധനങ്ങളും കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ അത്രയും അവൈലബിൾ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം, പഴയ തിയേറ്റർ, പഴയ വണ്ടികൾ, പിന്നെ അവർ ഉപയോഗിച്ച ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല വസ്തുക്കളും നമുക്കത് കളക്ട് ചെയ്യുക, അതിനെ ആ സമയത്തുള്ള ഏറ്റവും പുതുമയിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് തന്നെയായിരുന്നു. അജയ് മാങ്ങാട് നമ്മുടെ ആ ഡയറക്ടറാണ് ഒരുപാട് എഫേർട്ട് എടുത്തു. മുരളി ചേട്ടനാണ് നല്ലൊരു സപ്പോർട്ടും തന്നു. അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ അത് വന്നു എന്ന് വിശ്വസിക്കുന്നു. അർജുനന്റെ കോംബോ അല്ല, ഞാൻ പറയല്ലോ, ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദ കൂട്ടായ്മയിലുണ്ടായ സിനിമയാണ്. സിനിമ തുടങ്ങിയതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബം പോലെയാണ്. രാവിലെ ലൊക്കേഷനിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ലൊക്കേഷൻ ഞങ്ങളിപ്പോൾ ബാക്കിയുള്ളവരുടെ ഷൂട്ട് കഴിഞ്ഞ പോലെ അവർ തിരിച്ചു പോകില്ല, ലൊക്കേഷൻ തന്നെ കാണും. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നുള്ള തോന്നൽ പോലും ആർക്കില്ല. നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റി. അത് എനിക്കെന്നല്ല, ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും. അർജുനെ സംബന്ധിച്ച് അവൻ ഒപ്പം നിൽക്കുന്ന എല്ലാവരെയും പെട്ടെന്ന് അങ്ങ് എന്താ പറയുക, അങ്ങ് ഒരു സേഫ് സോണിലേക്ക് എത്തിക്കുന്ന ഒരു ആക്ടറും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങിന് മുന്നേ, ഷൂട്ടിന് മുന്നേ ഉള്ള ഡിസ്കഷനിലും അല്ലെങ്കിൽ തമാശ കുറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പോയി അഭിനയിക്കാൻ പോകുമ്പോൾ ഇത് പെട്ടെന്നൊരു പരിപാടി എല്ലാവർക്കും കൂടി ഒരുമിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതില് പല സീൻസും ഞങ്ങൾ ചിലപ്പം 2-3 ദിവസം എടുക്കുമെന്ന സീൻസൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും സൗഹൃദത്തിനുള്ളിൽ നിന്ന് ചെയ്തുകൊണ്ടാണ് സംഭവിച്ചിരുന്നത്.